ഈ കാണുന്നത് മേഡത്തിന്റെ ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ടെന്ന് പറയുന്നത്. മേഡം ഒന്ന് വെള്ളത്തിന് ഇതുണ്ടോ, ഇതിനകത്ത് പക്ഷെ വെള്ളമില്ല. ഈ അടുത്ത സംഭവം ഉണ്ട്, ഇത് കണ്ണടച്ച് കേൾക്കണം മേഡം. ഇതെന്തോ മേഡം? ഒരു 15-20 ദിവസം കൊണ്ട് ഒരു സ്റ്റാർട്ട് സീയിങ് ദ റിസൾട്ട്സ് കിട്ടി. അതായത് ഓരോ പുതിയ ഓർഡേഴ്സ് വന്നു. Epilepsy, Parkinson's, and even the thyroid disorders is very common now, and the PCOS issues and some mental issues like anxiety, stress, all these kind of diseases, liver disorders, and even the cancer. We are working on these kind of diseases. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മൾ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. എന്തിനാണ് ഇവിടെ വന്നത്? വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജർമ്മനി, അതുപോലെ തന്നെ അമേരിക്ക, ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ചികിത്സാ രീതിയാണ്. ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെറാപ്പി, അതുപോലെ സൗണ്ട് തെറാപ്പി, അതുപോലെ ആയുർവേദം. ഇപ്പൊ അവിടെ ഒരുപാട് ഇതാണല്ലേ? ആണ്. ശരിക്കും ഇന്ത്യയിലോട്ട് ഒരു 3-4 സ്ഥലങ്ങൾ മാത്രമാണ്. അപ്പൊ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് കാണാം. കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിനെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആണ്. നമസ്കാരം മേഡം. നമസ്കാരം. പേര്? സുധ. നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടറിനെ കാണാം. ഇതാണ് ഡോക്ടർ ശ്രീലത, ജീവാലയിലെ ആയുർവേദിക് ഡോക്ടറാണ്. I'm Dr. Srilata. I'm specialized in Rashastra and Vaishajya Kalpana. That's all about preparation of herbal, herbo-mineral and mineral preparations. And I take care of Ayurveda section here at Jivalaya. മരുന്നുണ്ടാക്കും, പിന്നെ കൺസൾട്ടേഷനും ചെയ്യും. അപ്പം ആര് പേഷ്യൻസ് വന്നാലും ഇവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഡോക്ടറിനെ കണ്ടതിന് ശേഷം കുറച്ച് മെഷീൻസ് ഉണ്ട്. അത് നമ്മളുടെ ഓറ സ്കാനിങ് എന്ന് പറയും. നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലേ നമ്മളുടെ ശരീരത്തിൽ കൂടെ പോകുന്നത്. അപ്പം അതിനെ സെൻസ് ചെയ്യാനുള്ള നമ്മളുടെ 5 ഫിംഗേഴ്സ് ആ മെഷീനിൽ വെച്ച് അതിൻ്റെ എനർജി കണ്ടുപിടിക്കും. എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ഓരോ ഫിംഗേഴ്സും നമ്മളുടെ ഓരോ ഓർഗൻസുമായിട്ട് കണക്റ്റഡാണ്. അത് ശാസ്ത്രത്തിലുള്ളതാണല്ലോ. അപ്പം അതനുസരിച്ച് നമ്മളുടെ ഏത് ഓർഗനിലാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഗ്ലാൻഡ് ആണ്, ഏത് ഓർഗനാണ്, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഉടനെ തന്നെ റിപ്പോർട്ടും വരും. ഇതിനകത്ത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. ഫുൾ എല്ലാ ഓർഗൻസിന്റെയും നമ്മളുടെ സിറ്റുവേഷൻ എന്തുവാന്ന് കാണിക്കും. ഇപ്പം ഗ്രീൻ സോണിലാണെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, ബട്ട് ചിലതൊക്കെ സ്പൈക്ക് ചെയ്ത് വരും. ഇപ്പം ഇത് റെക്ടം സ്പൈക്ക് ആയിട്ടുണ്ട്. ഇതാണ് ഓറ, നമ്മളുടെ ശരി ചക്ര ഓറ ഏത് സിറ്റുവേഷനിലാണ്. വിത്തിൻ ഈ സോണിലാണെങ്കിൽ എല്ലാം ബാലൻസ്ഡ്. അപ്പം ഇതിപ്പോൾ റൂട്ട് ചക്ര, സേക്രൽ ചക്ര, ഹാർട്ട് ചക്ര, തേർഡ് ഐ, ക്രൗൺ എല്ലാം ഉണ്ട്. എല്ലാ ചക്രസിൻ്റെയും എങ്ങനെ ഹെൽത്ത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആമി, ഇവിടുത്തെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ഓഫ് ജീവാലയ. ആമി കുറെ 18 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം കൂടുതൽ സൗണ്ട് റിലേറ്റഡ് ക്ലിനിക്കൽ ഹീലിംഗ് technologies are ചെയ്യുന്നത്. So I'm Ami, one of the directors of Jivalaya. I've been doing therapy, art therapy, handwriting therapy, play therapy, counseling, sound therapy since the last 15 plus years. So I'm a clinical sound therapist. In India there are only 3 of them, and I'm one of the clinical sound therapists here. എന്ന് പറഞ്ഞാൽ സൗണ്ട് തെറാപ്പി ആയിട്ട് ഇന്ത്യയിൽ 3 പേരേ ഉള്ളൂ. അതിൽ ഒരാളാണ് മേഡം. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഇതാണ് നമ്മുടെ സൗണ്ട് തെറാപ്പിയുടെ റൂം. ഈ റൂമിൽ കയറുമ്പോൾ തന്നെ നോക്കിയാൽ എല്ലാം വലിയ സെറ്റപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. So these bowls are mainly for your body. 7 chakras have different frequency, and every bowl has a different sound and a frequency. ഈ ബൗൾസ് ആണ് 7 ബൗൾസ് മെയിൻലി. അത് 7 ചക്രസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ചക്രനെ എനർജൈസ് ചെയ്യാനുള്ള ബൗൾസ് ആണ്. അത് works on frequencies. So sound travels fastest in water, and our body is 70% water. So sound can actually go very deep and do a cellular detox and a cellular regeneration in the body. നമ്മളുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. സൗണ്ട് വെള്ളത്തിലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട്, ഏറ്റവും വേഗതയായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പം നമ്മൾ സൗണ്ട് തെറാപ്പി ചെയ്യുമ്പം ആ സെൽസൊക്കെയും ഡെഡ് സെൽസൊക്കെയും വൈബ്രേഷനിലൂടെ അത് ക്ലിയർ ചെയ്യാൻ വേഗം പറ്റും. അപ്പം വിത്തിൻ 1 week 2 weeks ഒക്കെ നമുക്ക് എളുപ്പം റിസൾട്ട് കാണാൻ പറ്റും ഓരോ അസുഖങ്ങളുടെ. ഇവിടെ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് ഡോക്ടറെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ്. അതുപോലെ മെഡിസിനും എല്ലാ കാര്യങ്ങളും. Many a times the disease starts with the body, that is Sharira, and that goes to the mind or the Manasika illnesses. And sometimes the disease starts with mind and then affects the body. So here, according to the patient need and according to patient's illnesses, we decide which should be treated first. So sometimes we start with the mind, so sound healing, all those we choose first.
And sometimes maybe Sharira should be taken first. That time we go for medicines. ആദ്യമേ മനസ്സിനെ ശുദ്ധിപ്പെടുത്തും, സൗണ്ട് തെറാപ്പി വെച്ച്, പിന്നെ മരുന്ന് കൊടുക്കും. അപ്പം മരുന്നിന് കൂടുതൽ എഫക്റ്റ് രണ്ടും കറക്റ്റ് ആവും. രണ്ടും കറക്റ്റാണ്. അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് നമ്മളുടെ ഡീടോക്സ് ചെയ്യും, എന്നിട്ട് ഇത് വെച്ചിട്ട് സൗണ്ട് തെറാപ്പി ചെയ്ത് അസുഖങ്ങളെ മാറ്റും. ഈ ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, വേറെ ഏതൊക്കെ രാജ്യമുണ്ട്? So UK is more, London is more, but otherwise you get more in US also. But India now it is getting very popular that way. But sound healing is not very popular. Sound bath is popular. So meditation is more popular. But at Jivalia we do actual healing of the illness. ഈ മെറ്റീരിയലിന്റെ പേര് കാസാന്ന്. കാസാന്ന ഈ മെറ്റീരിയലിന്റെ പേര്. ഇത് അടിക്കുമ്പോൾ ആ ശബ്ദം എത്ര നേരം നിൽക്കും അത്രയും നല്ലതാ സെല്ലിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ, ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ. ഈ കാണുന്നത് മേഡത്തിന്റെ ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ടെന്ന് പറയുന്നത്. മേഡം ഒന്ന് വെള്ളത്തിന് ഇതുണ്ടോ, ഇതിനകത്ത് പക്ഷെ വെള്ളമില്ല, വെള്ളം ഒഴുകുന്ന സൗണ്ടായത്. സൗണ്ടിന്റെ ഒരു മായ ലോകമായി കാണുന്നത് മൊത്തം. ദേ ഈ അടുത്ത സംഭവം ഉണ്ട്, ഇത് കണ്ണടച്ച് കേൾക്കണം മേഡം. വളരെ സന്തോഷം തരത്തില്ലയോ? ആ ഒരു സന്തോഷം തരുന്ന ഒരു സൗണ്ടായത്. All these sounds are used for meditation. ദേ അടുത്ത സംഭവം. ഇതെന്ത് മേഡം? ക്ലിനിക്കൽ തെറാപ്പി ചെയ്യുന്നതെന്ന് വെച്ചാൽ അസുഖങ്ങളെ മാറ്റും. അതുകൂടാതെ മെഡിറ്റേഷന് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പം കാണിച്ചത്, ഈ സംഭവങ്ങളെല്ലാം. അപ്പം എല്ലാ മാസവും ഫുൾ മൂണിന് മെഡിറ്റേഷൻ നടത്താറുണ്ട്. അതൊരു ഹാളിൽ, നല്ല സൗണ്ട് പ്രൂഫ് ഹാളിൽ കുറേ പേര് ഇരുന്ന് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവിടെ വന്ന ആൾക്കാരുടെ ഓരോ റിസൾട്ട് വന്നതിൻ്റെ റിവ്യൂ ചെയ്തേക്കുമല്ലയോ? So these are certain reviews for breast cancer. We have property healing. We have diabetes through Ayurveda. We have also cancer and epilepsy. We have all reviews where clients show us that. Even there are certificates which clients have put. കൂടാതെ കുറേ പ്രോഡക്റ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ഇത് വിദേശത്തോട്ടൊക്കെ വിടുന്നുണ്ട്. So here at Jivalaya, according to patient conditions, we customize medicines like we buy herbs from the genuine sources, and according to condition we customize some medicines. Like this is for the liver health, like fatty liver, all those issues, cholesterol issues. This is to improve the gut health or the digestion. Similarly, this is for brain calming. Some teas we have made, like it's a blue pea tea, that means Shank Push pea tea. Similarly, we have made different again the gut health, all those medicines. There are multiple such medicines we prepare according to the patient's conditions. So we have chakra bath salts, we have some mist that we give, we have soaps for your wellness, there are some teas which are there. So these are also perfumes for better relationship, love, aura. There are perfumes that we have which we give it for patients who need it. ഡോക്ടറെ ഏതെല്ലാം അസുഖത്തിന് ചികിത്സയുണ്ട്? So here at Jivalaya, with the help of medical astrology and then BioWell Ayurvedic treatment and sound healing, we are dealing with different cases like some incurable, difficult to cure diseases like epilepsy, Parkinson's, and even the thyroid disorders. It's very common now, and the PCOS issues and some mental issues like anxiety, stress, all these kind of diseases, liver disorders, and even the cancer. We are working on these kind of diseases. It's like a combined treatment. We use medical astrology, the Ayurvedic medicines like Ghritam and some churnas, all those, and also sound healing. All these combinations we are using, and we are getting greater results. ഇവിടെ നമുക്ക് ഇതിന് പേറ്റന്റ് വല്ലതും ഉണ്ടോ? So yes, we have filed a patent for this entire process, which is medical astrology, how to diagnose, how to understand when the seizure will come. Then we have a medicated ghee that we are doing, so the customized product that we have, and using sound healing, how we can work on epilepsy to cure that epilepsy, to remove it from the root cause. So today we have more than 30 plus patients who are zero seizures.
So 1 year plus, 2 years plus, they have no seizures and they're completely living a normal life. They've got married, they are able to have children. So that is how we are working with epilepsy also. വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവസ്മാരമായിട്ട് വന്നേക്കുന്ന 30-ലധികം ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കിയ ഈ ഒരു ചികിത്സാ രീതിക്കാണ് പേറ്റന്റ് കിട്ടിയത്. ഇവിടെ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പം കണ്ടത് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഈ വാസ്തു എന്ന് പറഞ്ഞ കേരളത്തിലൊരു സംഭവമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ രീതിയിൽ നമുക്ക് ഈ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വീടുകൾ അങ്ങനെ തന്നെ നമ്മളുടെ സ്ഥാപനങ്ങളോ വീടുകളോ ഭൂമി അതിനെയൊക്കെ എനർജൈസ് ചെയ്യാനും ഈ സൗണ്ട് തെറാപ്പി കൊണ്ട് പറ്റും. അങ്ങനെ ഇവിടെ കുറേ ഒരു 100ഓളം ആൾക്കാരുടെ ബിസിനസ് വർദ്ധിക്കാനും റിലേഷൻഷിപ്പ് മാറ്റാനും നല്ലതായിട്ട് പോകാനും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഹെൽത്ത് പ്രോബ്ലം, നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസും നമുക്ക് ഇതിൽ കൂടെ ഈ സൗണ്ട് തെറാപ്പി ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്, കുറേ പേര്, 100ഓളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരാളെ വേണമെങ്കിൽ പോയി കാണാം. നമുക്ക് അങ്ങനെ ഒരാളെ ഒന്ന് കാണാം. നമുക്കൊരാളെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേരെന്തുവായിരുന്നു? വാസുദേവൻ. നാട്? നാട് തൃശ്ശൂർ. നമ്മുടെ കമ്പനിയുടെ പേരെന്തുവാ? ഇക്കോസിസ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ സോളാറിന്റെ ആണല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നേരത്തെ? ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പുതിയ കമ്പനി എന്നുള്ളൊരു പ്രശ്നം, പിന്നെ അതേമാതിരി പല ഇഷ്യൂസ്, അതായത് കസ്റ്റമേഴ്സിന് ലോൺ കിട്ടാതിരിക്കുക, അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ബിസിനസ്സുകാർക്ക് സാധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ല. അതെ, അങ്ങനെ ഒരു 7 മാസത്തോളം ഞങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ ക്ലോസ് ചെയ്യാനായിട്ട് ടൈം എടുത്തു. അപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്ഡ് ആയ കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് ഇങ്ങോട്ടൊരു വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ BNI മെമ്പറായിരുന്നു. അങ്ങനെ അവിടെ അമ്മി മാമിനെ പരിചയപ്പെട്ടത്. അവിടെ വെച്ചിട്ട് ഓരോരുത്തർ ടെസ്റ്റിമോണിയലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരിത്. കാരണം എനിക്ക് ഇവർ പറയുമ്പോൾ എനിക്ക് അതിനോട് പ്രത്യേകിച്ചൊരു വിശ്വാസം കുറവുണ്ടായിരുന്നു. വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫസ്റ്റ് മാഡമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 15-20 ദിവസം കൊണ്ട് ഒരു സ്റ്റാർട്ട് സീയിങ് ദ റിസൾട്ട്സ് കിട്ടി. അതായത് ഓരോ പുതിയ ഓർഡേഴ്സ് വന്നു. അങ്ങനെ അവിടുന്ന് അങ്ങനെ ഓരോരോന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ ഈ സ്പേസിൻ്റെ ഇഷ്യൂ. അതായത് സ്പേസിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പോൾ എന്തായാലും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഓഫീസ് സ്പേസിലേക്ക് മാറി. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നത് ഇപ്പോൾ 8 പേരായി. അങ്ങനെ മാറ്റങ്ങൾ കണ്ടു. അപ്പോൾ പുതിയ ഓഫീസ് സ്പേസിൽ വന്നപ്പോഴും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ ഇവിടെയും ആദ്യത്തെ വിശ്വാസം കൊണ്ടാണ് രണ്ടാമത്തെ കാര്യം നേരത്തെ തന്നെ ചെയ്തത്. അതെ. അപ്പൊ ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇപ്പൊ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. അടിപൊളിയാണ്. അതെ, നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ വീഡിയോ കണ്ടു. ശരിക്കും ഇപ്പൊ ഇന്ത്യയിൽ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. അവര് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ വരാം. ബാംഗ്ലൂരിൽ ഇത് വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്, കാടുകോടി ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടെ ഇപ്പം ജീവാലയം ഉള്ളത്. അതല്ലാതെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട്. വീഡിയോ കോൾ വെച്ച് നമുക്ക് കൺസൾട്ട് ചെയ്യുന്നു. അത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. മരുന്നുകൾ വേണ്ടത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം ഒരു ക്യാമ്പ് നടത്താനുള്ള പ്ലാൻ ഉണ്ട് ഉടനെ തന്നെ. പിന്നെ അല്ലാതെ വേറെ ഒരു സ്ഥാപനമായിട്ട് തന്നെ കേരളത്തിൽ തുടങ്ങാനും ഉള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചാൽ മതി.